അവർക്ക് സ്വതന്ത്രമായി തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും സീസ് ചെയ്യുകയും ട്രാൻസാക്ഷൻ അനാലിസിസ് നടത്തുകയും ചെയ്യാമെന്നിരിക്കുകയും പ്രതിയെ കൊണ്ട് അക്കൗണ്ടിലെ പണം ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ഒരു ഏജൻസിയും ഒരാളുടെയും കൊണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കേണ്ട സാഹചര്യമില്ല. അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവർക്കല്ലാതെ മറ്റ് മാർഗ്ഗങ്ങൾ ലീഗലായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് തിങ്ക് ചെയ്യുന്നിടത്താണ് നമ്മുടെ റാഷണാലിറ്റി വർക്ക് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു ഏജൻസി ചോദിക്കില്ല. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ ക്രൈം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഫ്രോഡ്സാണ്. ഇപ്പോൾ ടെലിഗ്രാം വഴി, വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നു. പണം ഇരട്ടിച്ച് കിട്ടും, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് ലഭിക്കും എന്നുള്ള വാഗ്ദാനത്തിലൂടെ നമുക്ക് വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്. ഈ അഡ്വർടൈസ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പോകുന്നു. അവിടെ നമ്മളൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഫ്രോഡ്സ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർ വലിയ തുക കിട്ടിയതിൻ്റെ കഥകളൊക്കെ അതിലൂടെ പറഞ്ഞ് നമ്മൾ ആകർഷിതരായി പണം ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക തിരിച്ച് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം സംശയാസ്പദമായ ലിങ്കുകളോ മറ്റോ ഒക്കെ ലഭിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഹൈ വോളിയം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇത്തരം ഒരു ഫേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക്, ഫേക്ക് ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഒരു കോൾ വരികയാണ്. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ആക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ സൈബർ PSൽ തന്നെ നമുക്ക് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സൈബർ ഹെൽപ്പ് ലൈൻ എന്ന് അവൈലബിൾ ആണ്. 1930 എന്നുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ 24/7 അവൈലബിൾ ആണ്. എന്തെങ്കിലും ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് 1930 ഈസ് നോട്ട് ജസ്റ്റ് ഫോർ റിപ്പോർട്ടിംഗ് സൈബർ ക്രൈംസ്. 1930 ഈസ് ഫോർ എൻക്വയറി ഓൾസോ. എൻക്വയറി നടത്തുന്നതിനും അത് യൂസ് ചെയ്യാം. അപ്പോൾ 1930 വിളിച്ച് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇത് ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു, വലിയ റിട്ടേൺസ് കിട്ടുമെന്നാണ് പറയുന്നത്, ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിമിഷങ്ങൾ കൊണ്ടത് വെരിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഒരു നിക്ഷേപത്തിലേക്ക് കടക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ആലോചിച്ച് ഒരു കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരും. ഇപ്പോൾ ഒരു ഫേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് കോൾ വരുന്നു, നമുക്ക് സംശയമാണത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതാണെങ്കിൽ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് 1930 വിളിച്ചാൽ നമ്മൾ പറയും. So basically, before you leap, do a small consultation with cyber helpline. നമ്മളെ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസസ്, കൃത്യമായിട്ടുള്ള സഹായം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കാൻ കഴിയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.